Hi all, welcome back. Tanvi sir ആണ്. നമ്മുടെ EST KTUവിന്റെ EST130 Basics of Electrical. ഇലക്ട്രിക്കലിന്റെ മൊഡ്യൂൾ 2ലെ സെക്കൻഡ് ലെക്ചർ സീരീസ് ആണ്. അപ്പോ ശരിക്ക് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ട്, അതുപോലെ പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ട്, അതിൽ വിത്ത് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ആണ്. അതിന്റെ പ്രോബ്ലംസും പറയുന്നുണ്ട്. ഓക്കെ, ഈ പ്രോബ്ലംസ് ഒക്കെ കൂടിയിട്ട് അവരെ പറയുന്നുള്ളൂ സിലബസിൽ. പക്ഷെ നമുക്ക് ആ ഒരൊറ്റ അവർ കൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് എടുക്കാൻ പറ്റില്ല. മിനിമം ഒരു കാരണം എന്താ വെച്ചാല് എന്താണ് കൺസെപ്റ്റ് പറയണം, എന്നിട്ട് കുറച്ച് പ്രോബ്ലം സിമ്പിൾ ആയിട്ടുള്ള ചെയ്യണം, എന്നിട്ട് അതിന്റെ കുറച്ച് കോമ്പോസിറ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ചെയ്യണം. അപ്പൊ നിയർലി ഒരു 3 to 4 hours മിനിമം എടുക്കും. അതായത് ശരിക്ക് 3 hours മാക്സിമം അല്ലെങ്കിൽ 2 hours കൊണ്ട് തീരും. കാരണം എന്താ വെച്ചാല് നമ്മൾ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് കൺസെപ്റ്റ് പറയാ, എന്നിട്ട് അത് വീഡിയോസ് ഒക്കെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീഡിയോസ് ഒരു മാക്സിമം ഒരു 22-25 മിനിറ്റ്സ് മാക്സിമം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, 4 സെഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ടോപ്പിക്സ് തീർക്കാനും പറ്റും. ഡോണ്ട് വറി. അപ്പോൾ ഫസ്റ്റ് ലെക്ചർ സീരീസിലെ ലെക്ചർ 2ലെ ഫസ്റ്റ് സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് വിത്ത് കോമ്പോസിറ്റ് മെറ്റീരിയൽസ്. ഓക്കെ, അതിന്റെ കുറച്ച് സാമ്പിൾ പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. അടുത്ത സെഷനിൽ ഇതിന്റെ കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ടിലോട്ട് കടക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സെഷൻ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട്. സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സർക്യൂട്ട് എടുക്കുക, ഒരു സർക്യൂട്ട് മാഗ്നറ്റിക് സർക്യൂട്ട്. ഇവിടെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ 3 ടൈപ്പ് മെറ്റീരിയൽസ് വിത്ത് ആൻ എയർ ഗ്യാപ്പ്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു ടൈപ്പ് മെറ്റീരിയൽ, അതായത് ഒരു ടൈപ്പ് മാഗ്നറ്റിക് മെറ്റീരിയൽ, രണ്ടാമത്തെ ടൈപ്പ് മാഗ്നറ്റിക് മെറ്റീരിയൽ, മൂന്നാമത്തെ മാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് ഒരു എയർ ഗ്യാപ്പ് വിത്ത് എയർ ഗ്യാപ്പ്. ഒരു സീരീസ് ആയിട്ടൊരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോമ്പോസിറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട്. അപ്പോൾ സെവറൽ റീജിയൻസ് ഉണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടുള്ള, അപ്പോൾ ഡിഫറൻസ് എങ്ങനെ വരുന്നത്, റിലേറ്റീവ് പെർമിയബിലിറ്റി എല്ലാം എന്താണ് ഇവിടെ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു 3 സെക്ഷനുള്ള മാഗ്നറ്റിക് സർക്യൂട്ടാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെ ഒരുപാട് ടൈപ്പ് സെക്ഷനുള്ള മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ സീരീസ് ആയിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സീരീസ് സർക്യൂട്ട് ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്താണ് കറണ്ട് കോമൺ ആയിട്ട് ഫ്ലോ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ ഇൻ എ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് ദ സെയിം ഫ്ലക്സ് ഫൈ ഫ്ലോസ് ത്രൂ ഈച്ച് പാർട്ട് ഓഫ് ദി സർക്യൂട്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതിൽ നോക്കേണ്ടത് എന്താണ്, സെയിം ഫ്ലക്സ് ഫൈ വിൽ ഫ്ലോസ് ത്രൂ എൻ്റെ സർക്യൂട്ട് അല്ലേ. ഏതിൻ്റെ കേസാണ്, സീരീസിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ സെയിം ഫ്ലക്സ് ഫൈ ഫ്ലോ ചെയ്യും. So it can be just compared to a series electric circuit which carries the same current throughout it will flows. Okay, so here consider a composite magnetic circuit consisting of several regions of different magnetic materials of different relative permeabilities along with an air gap as shown. That is, here is the air gap, it is shown. Each part of this series magnetic circuit will offers reluctance to the magnetic flux phi. That reluctance will be also different according, because we know that for an reluctance the equation will be, what will be the equation for reluctance? S is equal to L by A mu 0 mu r അല്ലേ. റിലക്റ്റൻസിൻ്റെ ഇക്വേഷൻ L by A mu 0 mu r ആണ്. അപ്പോൾ ഇവിടുത്തെ ഓരോ മാഗ്നറ്റിക്, ഇപ്പോൾ ഫസ്റ്റ് മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ലെങ്ത് L1 ആണ്, സെക്കൻഡ് മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ലെങ്ത് L2 ആണ്, തേർഡ് മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ലെങ്ത് L3 ആണ് അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ലെങ്ത് ഡിഫറെൻ്റ് ആണ്. അതേപോലെ എന്താണ്, റിലേറ്റീവ് പെർമിബിലിറ്റി μr1 ആണ്, μr2 ആണ്, μr3 ആണ്. ഇങ്ങനെ എന്താണ്, ഡിഫറെൻ്റ് ആണ്. പക്ഷെ അതേപോലെ ഒരു കാര്യം കൂടി ഡിഫറെൻ്റ് ആണ്, എന്ത്, A1 A2 A3. അപ്പോൾ ഈ കാണുന്ന മാഗ്നറ്റിക് മെറ്റീരിയലിലുള്ള റിലക്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, ഇവിടുത്തെ റിലക്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, ഇവിടുത്തെ റിലക്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഏത് മാത്രമേ സെയിം ഉണ്ടാവുള്ളൂ, ഫ്ലക്സ് ഫൈ ത്രൂ ഔട്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ഫ്ലക്സ് സെയിം ആയിരിക്കും. ഈ L1 L2 L3
ലെങ്ത്തുകൾ ഡിഫറെൻറ്റ്, അതേപോലെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഡിഫറെൻറ്റ്, ഏരിയ ഡിഫറെൻറ്റ് ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദ റിലക്റ്റൻസ് ഇൻ ദ ഈച്ച് മാഗ്നറ്റിക് സർക്യൂട്ട് വിൽ ബി ഡിഫറെൻറ്റ്. സോ ടോട്ടൽ റിലക്റ്റൻസ് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഡിവിജ്വൽ റിലക്റ്റൻസ് ഒക്കെ കൂടി ആഡ് ചെയ്തായിരിക്കും. വിത്ത് അതെന്തുകൊണ്ടാണ്? ഇത് സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. Therefore, total reluctance is equal to എന്താണ്? ഫസ്റ്റ് വണ്ണിലുള്ള റിലക്റ്റൻസ് എന്താണ്? ഫസ്റ്റ് L1 അല്ലേ? L1 by A1 μ0 μr1. അബ്സൊല്യൂട്ട് പെർമിയബിലിറ്റി എല്ലാവരും സെയിം അല്ലേ? അതുകൊണ്ടാണ് μ0 എന്ന് ജസ്റ്റ് എഴുതി. ദെൻ സെക്കൻഡിൽ എന്താണ് വരുന്നത്? L2 by A2 μ0 μr2 പ്ലസ് തേർഡ് കേസ് L3 by A3 μ0 μr3 പ്ലസ് ഇവിടുത്തെ എയർ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ എയർ ഗ്യാപ്പിന് ഉണ്ടാവും ഒരു എന്താണ് റിലക്റ്റൻസ്. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് LG ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഫസ്റ്റ് മെറ്റീരിയൽ എന്നുള്ളതുകൊണ്ട് 1 ഡിനോട്ട് ചെയ്തു, സെക്കൻഡ് മെറ്റീരിയൽ എന്നുള്ളതുകൊണ്ട് 2 ഡിനോട്ട് ചെയ്തു, 3 ഡിനോട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ഈ കാണുന്നത് A1, ഈ കാണുന്ന A2, A3, അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണത്. ഓക്കെ, അപ്പോൾ ഇവിടെ AG ആയിരിക്കും അതേപോലെ. പിന്നെ ഇവിടുത്തെ വേറെ കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇവിടെ എയറിന് റിലേറ്റീവ് പെർമിബിലിറ്റി ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? അത് 1 ആണ്, μ0 സെയിം ആണ് അല്ലേ? അല്ല, μr റിലേറ്റീവ് പെർമിബിലിറ്റി ഓഫ് എയർ എന്താണ്? 1 ആണ്. അപ്പോൾ അവിടെ അബ്സൊല്യൂട്ട് പെർമിബിലിറ്റി ഉണ്ടാവും, പിന്നെന്താണ്? ഏരിയ ഉണ്ടാവും, പിന്നെന്താ ഉണ്ടാവുക? ഇവിടുത്തെ ലെങ്ത് LG ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതും? LG by AG μ0. ദിസ് വിൽ ബി ദ ടോട്ടൽ റിലക്റ്റൻസ്. അപ്പോൾ ടോട്ടൽ MMF എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ ടോട്ടൽ MMF? Therefore, ടോട്ടൽ MMF ഈസ് ഈക്വൽ ടു, MMF നമ്മൾ നേരത്തെ പറഞ്ഞത് ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ് ആണ്. ഇവിടെ എന്താണ്? ഫ്ലക്സ് ഇൻറ്റു ടോട്ടൽ റിലക്റ്റൻസ്. ഇത് ശരിക്കും നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. EMF ഈസ് ഈക്വൽ ടു I ഇൻറ്റു റെസിസ്റ്റൻസ് പറയണ പോലെയാണ്. നമ്മൾ നേരത്തെ കമ്പയർ ചെയ്തപ്പോൾ ഫ്ലക്സിന് വരെ നമ്മൾ കമ്പയർ ചെയ്തു അല്ലേ? അപ്പോൾ അതേപോലെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് എഴുതിയിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ എഴുതിയെന്നുള്ളൂ. മാഗ്നറ്റിക് സർക്യൂട്ട് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഫ്ലക്സ് ഇൻറ്റു ടോട്ടൽ റിലക്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ഇവിടെ എന്താണ്? ഫൈ ആണ്. ടോട്ടൽ റിലക്റ്റൻസ് എന്താണ്? അപ്പോൾ ഫ്ലക്സ് ഇൻറ്റു ഫ്ലക്സ് ഇൻറ്റു എന്താണ് ടോട്ടൽ റിലക്റ്റൻസ്? ഫസ്റ്റ് വൺ എന്താണ്? L1 by A1 μ0 μr1 plus L2 by A2 μ0 μr2 plus L3 by A3 μ0 μr3 plus LG by AG μ0, where LG, AG μ0 are the LG and AG are the parameters in the air gap. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഫ്ലക്സ് ഫൈനെ ഉള്ളിലോട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫ്ലക്സ് ഫൈനെ ഉള്ളിലോട്ട് എടുക്കുക. ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് ഇതാക്കിയതാണ്. എങ്ങനെ വരും? 5 by A1 μ0 μr1, L1നെ ഇൻറ്റു L1 ആക്കി എഴുതി. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് ഫൈനെ എല്ലാറ്റിലും ഉള്ളിലോട്ട് എടുത്തു. L1നെ ഒന്ന് അങ്ങോട്ട് തെറ്റിച്ച് എഴുതി. അതാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്ലസ് എന്താണ്? 5 by A2 μ0 μr2 into L2 plus 5 by A3 μ0 μr3 into L3 plus 5 by AG μ0 into LG. ഇനി നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്ത്? 5 by A, we know that since 5 by A is equal to B, നമുക്ക് ഇത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തൂടെ? ഈ കാണുന്നിടത്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തൂടെ? അപ്പോൾ നമ്മളെങ്ങനെ വരും? ഇറ്റ് വിൽ ബി B1 by μ0 μr1നെ
mu 0 mu r1 വേണമെങ്കിൽ mu എന്ന് എഴുതാം അല്ലേ? അപ്പോൾ mu എന്ന് എഴുതണോ? വേണ്ട, ഞാൻ തന്നെ പോയിക്കോട്ടെ. b1 കൂടുതൽ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. b1 ബൈ mu 0 mu r1 ഇൻറ്റു l1 പ്ലസ് b2 ബൈ mu 0 mu r2 into L2 plus B3 by mu 0 mu r3 into L3 plus Bg by mu 0 into Lg. ഇനി അടുത്തൊരു ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? B by mu 0 mu r is equal to h എന്നുള്ള ഇത് കഴിഞ്ഞ ഡെഫിനിഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റി ബൈ mu 0 mu r അല്ലേ? അപ്പോൾ അതെങ്ങനെ വരും? ഇറ്റ് വിൽ ബി b1 mu 0 mu r1 നമുക്ക് നോക്കാം h1 l1 പ്ലസ് h2 l2 പ്ലസ് h3 l3 പ്ലസ് hg lg. ദിസ് വിൽ ബി ദ ടോട്ടൽ MMF. അപ്പോൾ ഒരു സർക്യൂട്ടിൽ, ഒരു സീരീസ് കോമ്പിനേഷൻ സർക്യൂട്ടിൽ ടോട്ടൽ MMF എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടലായിട്ട് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് അല്ലെങ്കിൽ ഫീൽഡ് സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും അതിൻ്റെ ലെങ്ത്തും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻഡിവിജ്വലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് മൊത്തം സീരീസ് ആയിട്ട് ആയതുകൊണ്ട് ആഡ് ചെയ്യണതാണ് നമ്മുടെ ടോട്ടൽ MMF എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് പ്രോബ്ലംസിലൊക്കെ യൂസ് ചെയ്യേണ്ടി വരും, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് വരച്ച് എഴുതി നോക്കുക. ഓക്കെ, ഇനി 2-3 പ്രോബ്ലം നമുക്കിപ്പോൾ ചെയ്യാം. ബാക്കി പ്രോബ്ലം മറ്റേ സെഷനിൽ ചെയ്യാം. ശരിക്കും നിങ്ങൾക്ക് സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ടും പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ടും കൂടിയിട്ട് ഒറ്റ അവറാണ് സിലബസിൽ കാണിച്ചത്. പക്ഷേ ആ ഒരു അവർ കൊണ്ട് നമുക്ക് എന്തായാലും തീർക്കാൻ പറ്റില്ല. ഈ മൊഡ്യൂളിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചില പോർഷൻസ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട, നമുക്ക് 2 ദിവസമോ 3 ദിവസമോ എടുത്തിട്ട് തീർക്കാം. അത് വിഷയമുള്ള കാര്യമല്ല കേട്ടോ. അതിൻ്റെ ടോപ്പിക് നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. Now first problem, an iron ring having cross-sectional area of 400 millimeter square. അപ്പോൾ ഒരു അയൺ റിങ്ങിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 400 millimeter സ്ക്വയറിൽ A 400 millimeter സ്ക്വയർ ആണ്. ആൻഡ് മീൻ സർക്കംഫറൻസ് ഓഫ് 500 millimeter. മീൻ സർക്കംഫറൻസ് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മീൻ സർക്കംഫറൻസ്, അതിനാണ് നമ്മൾ L. ഓക്കെ, carries a coil of 250 turns. ഓക്കെ, N number of turns wound uniformly around it. അപ്പോൾ നോക്കിയാലേക്ക് an iron ring having a cross sectional area of 400 millimeter square, cross sectional area 400 millimeter square and a mean circumference of 500 millimeter L carries a coil of 250 turns, that is number of turns, wound uniformly around it. Calculate first one, എന്താണ്? Reluctance of the coil. Second one, current required to produce a flux of 1000 microweber in the ring. അപ്പോൾ ഇവിടെ എന്താണ്? ഫ്ലക്സ് ഫൈ എന്താണെന്ന് വന്നിട്ടുണ്ട്, എന്ത് കറണ്ട് കണ്ടുപിടിക്കാൻ. റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് അയൺ ഈസ് 400. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ആക്കിയിട്ട് ഈ പ്രോബ്ലം ഒന്ന് എഴുതിയെടുക്കുക. കാരണം ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രോബ്ലം ഞാൻ കാണിച്ചോളണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റാസ് എന്നുള്ളത് ആദ്യം നോക്കാം. അത് നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഡാറ്റാസ് ടൈം കൂടുതൽ പോകേണ്ടതായിട്ടുണ്ട് എഴുതിയെടുത്തു. A is equal to 400 millimeter square. അത് മീറ്ററിൻ്റെ ഇതിലേക്ക് നമ്മളാക്കുമ്പോൾ 400 into 10⁻⁶ meter square. L is equal to 500 millimeter, that is 500 into 10⁻³ meter. N is equal to 250 turns. Flux phi is equal to 1000 into 10⁻⁶ Weber. Mu r is equal to 400. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് തന്നിട്ടുള്ളത്. Now we need to find out reluctance of the coil. അപ്പോൾ ഫസ്റ്റ് വൺ, അടുത്ത പേജിലോട്ട് പോകാം. ഫസ്റ്റ് വൺ എന്താണ്? റിലക്റ്റൻസ് ഓഫ് ദ കോയിൽ. എന്താണ് റിലക്റ്റൻസ്? S is equal to നമ്മൾ ഇക്വേഷൻ എന്താണ്? L by A mu 0 mu r. ഒന്ന് ചെറുതാക്കി എഴുതാക്കുന്നുണ്ട്. L by A mu 0 mu r അല്ലേ? അപ്പോൾ അതെന്തൊക്കെയാണ്? L 500 into 10⁻³ divided by A എന്താണെന്നുള്ളത് 400 into 10⁻⁶ ഇൻറ്റു mu 0ൻ്റെ എന്ത് അറിയോ? mu 0 എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതി തരാം, നിങ്ങൾ ഓർത്തിരിക്കുക.
second. Mu 0 എന്താണ്? It is 4 pi into 10 raised to minus 7. അത് തെറ്റരുത് കേട്ടോ, എപ്പോഴും ആലോചിച്ച് വെക്കണം. നമുക്കത് തരില്ല, അത് ഓർമ്മ ഉണ്ടാവും. 4 pi into 10 raised to minus 7 into mu r എത്രയാണെന്നുള്ളത് 400. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2487 into 10 raised to 3. എന്താണ് ഇതിൻ്റെ ഇത് ആംപിയർ ടേൺസ് പെർ വെബർ. ദിസ് ഈസ് ദ റിലക്റ്റൻസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രോബ്ലം കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് എന്താണ്, യു നീഡ് ടു ഫൈൻഡ് ഔട്ട് കറണ്ട് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ഫ്ലക്സ് ഓഫ് 1000 മൈക്രോവെബർ. അപ്പോൾ കറണ്ട് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ഫ്ലക്സ് ഓഫ് മൈക്രോവെബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് നമുക്കറിയാം ഫ്ലക്സ്. വി നോ ദാറ്റ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എന്താണ് MMF ബൈ റിലക്റ്റൻസ് ആണ് അല്ലേ. അത് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു MMF എന്താണ് NI ബൈ എന്താണ് റിലക്റ്റൻസ് എസ്. ഈ റിലക്റ്റൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫ്ലക്സ് എന്താണെന്ന് അവർ തന്നിട്ടുണ്ട്, 1000 മൈക്രോവെബർ ആണെന്ന് തന്നിട്ടുണ്ട്. 1000 എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത് മൈക്രോവെബർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലോ. പിന്നെ N250 എന്നറിയാം. അപ്പോൾ നമുക്ക് ഇതിനായി കണ്ടുപിടിച്ചൂടെ? നമുക്ക് എന്താ പ്രോബ്ലം എന്താ പറഞ്ഞിട്ടുള്ളത്? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് കറണ്ട് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ഫ്ലക്സ് ഓഫ് 1000 മൈക്രോവെബർ ഇൻ ദ റിംഗ്. സോ ഫ്രം ദിസ് ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താണ് I is equal to 5 into S by N. ഫ്ലക്സ് എത്രയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് 1000 മൈക്രോ 10 raised to minus 6 into റിലക്റ്റൻസ് എത്ര മോളിൽ കിട്ടിയത് 2487 into 10 raised to 3 divided by number of turns 250. So it will be 9.948 ആംപിയർ. ഇതാണ് ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഒരു 3 പ്രോബ്ലം കൂടി നമ്മൾ ഈ ഒരു സെഷനിൽ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം. എ മൈൽഡ് സ്റ്റീൽ റിംഗ് ഹാസ് എ മീൻ സർക്കംഫറൻസ് ഓഫ് 500 millimeter ആൻഡ് എ യൂണിഫോം ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 300 millimeter square. Calculate the MMF required to produce a flux of 500 microweber. Assume mu r is equal to 1200. So, what are the things given? എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മൈൽഡ് സ്റ്റീൽ റിംഗ് ഹാസ് എ മെയിൻ സർക്കംഫറൻസ് ഓഫ് 500 millimeter. അപ്പോൾ എന്താണ് given? L is equal to എന്താണ് 500 millimeter, or it is written as 500 into 10 raised to minus 3 meter. Uniform cross sectional area of 300 എന്താണ് A is equal to 300 millimeter square. ഓക്കെ, അപ്പോൾ അതെന്താണ് 300 into 10 raised to minus 6 meter. Calculate the MMF required. MMF required ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. To produce a flux of phi is equal to 500 microweber. അപ്പോൾ എന്താണ് 500 into 10 raised to minus 6 weber. Assume mu r is equal to എന്താണ് mu r is equal to 1200. അപ്പോൾ നിങ്ങൾ mu 0 കൂടി എഴുതിയിട്ട് എന്താണ് mu 0 is equal to 4 pi into 10 raised to minus 7. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദ MMF റിക്വയർഡ് ആണ് അല്ലേ. ഇവിടെ നമുക്ക് ലെങ്ത് തന്നുണ്ട്, ഏരിയ തന്നുണ്ട്, mu r തന്നുണ്ട്, mu 0. അപ്പോൾ റിലക്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഫ്ലക്സ് ഫൈ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്താണ് വി നോ ദാറ്റ് എന്താണ് MMF ഈസ് ഈക്വൽ ടു എന്താണ് ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ് ആണ്. അപ്പോൾ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും കിട്ടാൻ അവിടുത്തെ ഫ്ലക്സ് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ഫ്ലക്സ് ഫൈ എന്താ തന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് 500 into 10 raised to ഒരു മിനിറ്റ്. അപ്പോൾ ഒന്നുകൂടി ഫ്ലക്സ് ഫൈ ഇൻറ്റു റിലക്റ്റൻസ് എന്താ നിങ്ങൾക്ക് ഇനി അതൊന്ന് കൺഫ്യൂഷൻ വരുന്നതായിട്ട് ഈ ഇക്വേഷൻ പഠിഞ്ഞായിട്ട് L ബൈ A mu 0 mu r. അപ്പോൾ ഫ്ലക്സ് ഫൈ തന്നിട്ടില്ലേ? ഫ്ലക്സ് ഫൈ എത്രയാണ്? 500 into 10 raised to minus 6 ഇൻറ്റു ലെങ്ത് എത്ര തന്നിട്ടുള്ളത്?
500 into 10 raised to minus 3 divided by area 300 into 10 raised to minus 6 into mu 0 4 pi into 10 raised to minus 7 into 1200. That is equal to 552.62 ampere turns. This is the MMF liquid. എളുപ്പമല്ലേ നിങ്ങൾക്ക് അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഒക്കെ എളുപ്പമുള്ളത്, ഇതിനെക്കാട്ടും കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതാണ് നമുക്ക് ചോദിക്കുക. ഞാൻ 1-2 എളുപ്പമുള്ളതും കൂടി ഈ സെഷനിൽ നമുക്ക് എടുക്കാം. Now next problem. 6 ampere current is flowing in a solenoid wound with 1200 turns of wire. അപ്പോൾ കറണ്ട് I is flowing in ഒരു സോളിനോയിഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അവിടെ 1200 turns of wire ആണുള്ളത്. If the length of the solenoid is 160 cm, calculate the field strength of the solenoid. അപ്പോൾ ഇതൊരു കോമ്പോസിറ്റ് അല്ല, നേരത്തെ നമുക്ക് കോമ്പോസിറ്റ് ആയിട്ടല്ല തന്നിരുന്നത് അല്ലേ? നേരത്തെ ഇപ്പോൾ ഇതേവരെയുള്ളത് നമുക്ക് എന്തായിട്ട് ഒരു കോമ്പോസിറ്റ് സെക്ഷൻ ആയിട്ട് തന്നിട്ടില്ല, ഒറ്റ സെക്ഷൻ ആയിട്ടുള്ളതാണ് ഇതുവരെ തരുന്നത്. കാരണം നമുക്ക് റിലക്റ്റൻസ് ഇതെല്ലാം ഒന്ന് പരിചയമാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ദ സോളിനോയിഡ്. വാട്ട് ഈസ് ഫീൽഡ് സ്ട്രെങ്ത്? എച്ച് അല്ലേ? അപ്പോൾ നമ്മൾ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ടോട്ടൽ റിലക്റ്റൻസ് ഈസിക്കൽ ടു H1 into L1, അതെവിടെയാണ് ഞാൻ കാണാം, ടോട്ടൽ MMF ഈസിക്കൽ ടു H1 into L1, H2 into L2, H3 into L3 അങ്ങനെ എഴുതിയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടത്? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് MMF, റൈറ്റ്? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഫീൽഡ് സ്ട്രെങ്ത്. നിങ്ങൾക്ക് 6 ആംപിയർ കറണ്ട് തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്, 1200 ടേൺസ് തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നത് എന്തായാലും എടുത്തെഴുതാം. Given I is equal to 6 ampere, then N is equal to 1200 turns, then length L is equal to 160 centimeter, that is equal to 160 into 10 raised to minus 2 meter. We need to find out H. നമുക്ക് നേരത്തെ കണ്ട എന്താണ്, നേരത്തെ പ്രകാരം ടോട്ടൽ MMF ഫിസിക്കൽ ടു ടോട്ടൽ, അതായത് ടോട്ടൽ MMF ഫിസിക്കൽ ടു H1 L1 H2 L2 അങ്ങനെയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എഴുതിക്കൂടെ H ഇൻറ്റു L എന്ന് എഴുതിക്കൂടെ അല്ലേ? ഈ MMF എന്ന് പറയുന്ന സാധനം തന്നെയല്ലേ നമുക്ക് NI എന്ന് പറയുന്നത്. അപ്പോൾ NI ഈസിക്കൽ ടു H ഇൻറ്റു L എഴുതിക്കൂടെ? അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് H. സോ H ഈസ് ഈക്വൽ ടു എന്താണ്? NI by L അല്ലേ? N നമുക്ക് തന്നിട്ടുണ്ട് 1200 ടേൺസ് ആണ് തന്നിട്ടുണ്ട്. I 6 ആംപിയർ ആണ്, 6 ഡിവൈഡ് ബൈ L എത്രയാണ്? 160 into 10 raised to minus 2. So it will be 4500 ampere turns per meter. എന്തുകൊണ്ട് ഇതൊക്കെ മീറ്ററിലേക്ക് ആക്കുന്നതും ഇതൊക്കെയാണ് നമ്മുടെ യൂണിറ്റ് മീറ്ററിലാണ്, അതുകൊണ്ടാണ് അതിലോട്ട് ആക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. അല്ല വേണ്ട, നമുക്ക് ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാം. കാരണം നിയർലി നമ്മളിപ്പോൾ ഒരു 23 മിനിറ്റോളായി, അത്ര മതി. അതിൽ കൂടുതൽ നിങ്ങൾ വീഡിയോയിൽ ഇരിക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം തന്നെ നിങ്ങൾ സിലബസ് നോക്കുമ്പോൾ ഇതും സീരീസ് സർക്യൂട്ടും പാരമാഗ്നറ്റിക് സർക്യൂട്ടും കൂടിയിട്ട് ഒറ്റ അവരെ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു എന്താ തെറ്റിക്കൊടുത്താണ് മേ ബി. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സെഷൻ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അരമണിക്കൂറിന് മേലെ. ഇത് പ്രോബ്ലംസ് ഇതൊന്നല്ല, ഇനിയും ഉണ്ടൊരു 5 പ്രോബ്ലം, ടോട്ടൽ 8 പ്രോബ്ലംസ് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പാരലൽ സർക്യൂട്ട് ഉണ്ട്, അതിനൊരു 2 പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഒരിക്കലും 1 അവർ കൊണ്ട് തീരില്ല, ഇത് നിയർലി ഒരു 3 അവറൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് തന്നെ ഞാൻ എടുക്കുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് തന്നെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സെഷൻ, അടുത്ത ഇതിൻ്റെ പ്രോബ്ലംസ് വീണ്ടും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.